ഒരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് സത്യമാണോ? എന്താണ് നമുക്ക് പ്രപഞ്ചം തരുന്ന അഡ്വൈസ്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ആളാണ്. ഇത് തേർഡ് പാർട്ടി. എങ്ങനെയാണ് ഇത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഇഫക്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങളുടെ സംശയമാണോ? സത്യമാണോ? എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് തരുന്നത്? ഈ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് നോക്കുമ്പോഴത്തേക്ക് 5 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കോൺഫ്ലിക്ട്സ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. വളരെയധികം സംഘർഷഭരിതമായ ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ചെറുപ്പകാലത്തും നിങ്ങൾക്ക് ഇതുമാതിരി കുറേ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെയൊക്കെ ഒരു ട്രോമ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണെന്ന് നോക്കുമ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പേഴ്സൺ. വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. പക്ഷേ ചില കാര്യങ്ങളിൽ താല്പര്യം പെട്ടെന്നുണ്ടാവും. പക്ഷെ അതേമാതിരി തന്നെ പെട്ടെന്ന് അതിനോടൊരു മടുപ്പും തോന്നും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്ക്. നല്ല സ്പീഡിൽ ആക്ഷൻ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പെട്ടെന്ന് ആൾക്കതിൽ പുതുമ നഷ്ടപ്പെടും. എപ്പോഴും പുതുമ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. സണ്ണാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. ഈ തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. വളരെ യങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ തേർഡ് പാർട്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഇദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ ഈ തേർഡ് പാർട്ടി വഴി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവരുടെ പിന്നാലെ പോയിരിക്കുന്നത് എന്നാണ് കാണുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെയധികം ചിന്തയിലാണ്. വളരെയധികം ഇപ്പൊ എന്ത് ചെയ്യണം എന്ന്, മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം എന്ന് ഒരു വഴി കിട്ടാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ബുദ്ധിമതിയായ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും എന്താണ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. പരിഹരിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്താണ് അഡ്വൈസ് എന്ന് നോക്കാം. അതിനു മുമ്പ് ഇത് ശരിയാണോ എന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാരിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു മൂവ്മെന്റിന്റെ ലക്ഷണമാണ് കാണുന്നത്. ഒരു 50-50 ചാൻസ് ഉണ്ട് തിരിച്ച് അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു പോരാൻ. പക്ഷേ ഈ ബന്ധം കൂടുതലും മുന്നോട്ട് പോവാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു രണ്ട് സൈഡിലോട്ടും എന്ത് വേണം എന്ന് ഒരു ചിന്താക്കുഴപ്പത്തിലായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങളെ വേണോ തേർഡ് പാർട്ടിയെ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. രണ്ട് പേരിൽ നിന്ന് രണ്ട് തരത്തിലാണ്
ആളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ രണ്ടുപേരിൽ ഒരാളെ വിട്ടുകളയാൻ ആളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണമെന്നുള്ളത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് നൈറ്റ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട സമയമാണെന്നാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്നത്, എന്താണ് ഇൻഫ്ലുവൻസ് എന്ന് ആലോചിക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ഈ ബന്ധം നിങ്ങൾക്ക്, അതായത് ഈ പേഴ്സണുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വേണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. നിങ്ങൾക്കൊരു വാല്യൂ തരാത്തൊരു റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ തേർഡ് പാർട്ടി മാറിപ്പോയാൽ നിങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് നോക്കണം. നിങ്ങളിൽ എന്ത് മാറ്റം നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്നതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുക. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സിറ്റുവേഷൻ ചേഞ്ച് ആവും എന്നാണ് യൂണിവേഴ്സിന്റെ സന്ദേശം.